അപ്പോൾ ലത സുഖമായിരിക്കുന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഒത്തിരി ഭക്ഷണം തന്നാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, നമ്മുടെ പട്ടത്ത് നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് അപ്പോൾ വേണുചേട്ടൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണുചേട്ടൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു മുടി പിടിച്ചിട്ടാണല്ലോ കാര്യങ്ങൾ. പുള്ളിയുടെ മുമ്പിലുള്ള 5-6 മുടിയാണ് പുള്ളിയുടെ കംപ്ലീറ്റ് എൻജിൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രീകുട്ടാ, നമ്മുടെ ചെറിയാനില്ലേ, പുള്ളിക്കൊരു ഒരു പ്രേമം മുളച്ചിരിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അന്ന് നമ്മൾ ആ തൈക്കാടുള്ള ആ കൂടുണ്ട്, വീടിൻ്റെ പുറകിലുള്ളൊരു കൂട്, ഒരു ഓലപ്പര, അതിനകത്താണ് ഡിസ്കഷൻ. മാത്രമല്ല സുഖമോ ദേവിയിൽ ആ പാട്ടുണ്ടല്ലോ, സുഖമോ ദേവി സുഖമോ ദേവി. ഈ പാട്ട് ആദ്യമായിട്ട് വെളിയിലൊരാൾ കേൾക്കുന്ന ഡയറക്ടർ ഒഴിച്ച് ഞാനാ. കാരണം അദ്ദേഹം വന്ന ഉടനെ എന്നെ വിളിച്ചിട്ട് ആ ടേപ്പ് റെക്കോർഡർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് കേൾപ്പിക്കുന്നതുപോലെ പുതിയ പാട്ടാണ് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ദാസേൻ്റെ ശബ്ദവും രവീന്ദ്രൻ മാഷിൻ്റെ ബ്യൂട്ടിയും, പിന്നെ 2 വരിയല്ലേ ഉള്ളൂ, സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി, ഇത്രയേ ഉള്ളൂ, പല്ലവി അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രണയ വിവാഹമൊക്കെ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വേണുചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരാറുള്ളത്. പിന്നെ എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇപ്പം ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ്? ഇടയ്ക്ക് ഞാൻ TV ഷോസ് ഒക്കെ ചെയ്യുമായിരുന്നു. എവിടെ? സൂര്യയിലെ സൂപ്പർ ഡിഷ് എന്ന പ്രോഗ്രാം, ഏഷ്യാനെറ്റില്, പിന്നെ അമൃതായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാനൊരു സ്റ്റോറി നിൽക്കുക, അപ്പൊ പടങ്ങൾ കുറവുള്ള സമയമാണല്ലോ, ഞാനൊന്ന് മങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പം ലത ഇങ്ങനെ എല്ലാവരും കണ്ട് ഒരുപാട് ഡിഷ് ഇതിനോട് താല്പര്യമുള്ള ആണുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് ലത ചെറിയാൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ അഭിമാനം കൊണ്ടു, എനിക്ക് കോംപ്ലക്സ് ഒന്നും. അപ്പൊ അവളുടെ പേരിലും കൂടെ ഞാൻ അറിയപ്പെടാൻ തിരിച്ചും കേട്ടില്ലേ അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ വേണം അല്ലേ? അങ്ങനല്ലേ അതേ പറയുന്നതാണ്, അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. അദ്ദേഹത്തിന്റെ വൈഫ് എന്നുള്ള നിലയിലാ അവിടെ വന്നത്, കൽപ്പവാടി ഷൂട്ട് ചെയ്യാന്നുള്ള. അല്ല, ഇതൊരു നമ്മള് ഏതോ സ്റ്റോറി വാങ്ങിക്കാൻ പോയപ്പോ അതൊരു ഫോട്ടോ എടുത്തപ്പോ എന്നെ വിളിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ പാചകം എങ്ങനെയാണ്? ആദ്യം ഉള്ള കാര്യം പറയാമല്ലോ, കല്യാണം കഴിച്ച് വരുമ്പോ ഒരു ചായ പോലും ഇടാൻ അറിയത്തില്ല. അത് അവിടെ വന്ന് കണ്ട് എൻ്റെ മദർ ഒരുപാട് പഠിപ്പിച്ചു. ഹോട്ടലിൽ കണ്ട് പഠിക്കാന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. പയ്യെ സംഗതി ടേസ്റ്റ് ആകാൻ തുടങ്ങി. പിന്നെ ഇപ്പം പലതരത്തിലുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരിക. അപ്പൊ അവസരം പാചക റാണിയും വിദഗ്ധയായിട്ട് ആള് മാറി. അതാണ് ഞാൻ ആദ്യം ചോദിച്ചില്ലേ, ഇദ്ദേഹം എന്താണ് ഇങ്ങനത്തെ ഈ പണ്ടത്തെ പോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇദ്ദേഹത്തിന്റെ കൈപ്പുണ്യമാണ് ഇത് സംഭവം. ഉറപ്പായിട്ടും അല്ല, അങ്ങനെയല്ല. പിന്നെ പാചകം എനിക്ക് വലിയ പാഷനായിട്ടൊന്നും വന്നതല്ല ഞാന്. പക്ഷെ കൽപ്പവാടിയിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മള് ഇല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അല്ല, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ? അപ്പൊ പറഞ്ഞത് സത്യമാണ്, കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു, വെറുതെ പഠിച്ചോണ്ട് ബികോം അല്ലേ, ബികോം പഠിച്ചോണ്ടിരുന്ന ഒരു കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് പറയാൻ ചെറിയ കൽപ്പവാടി. പ്രേമിച്ച് ഡോക്ടറാണെന്ന് കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ച് കൽപ്പവാടി കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് ആക്കി അടുക്കളയെ കയറ്റി പാചകം പഠിപ്പിച്ച് റെഡിയാക്കിയ വ്യക്തിയാണിത്. ഇത് കൂടുതൽ വേണ്ടല്ലോ, സമാധാനമായല്ലോ. ഇത്രയും നാള് എന്താണ് പറയുന്നത്, ലതയുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി പൊട്ടിയിരുന്ന ഒരു കാര്യം, എങ്ങനെ ഇത് ആരുടെ അടുത്ത് പറയുന്ന പറഞ്ഞാൽ ഇപ്പൊ സമാധാനമായി. ഞാനൊരു പാട്ട് പാടട്ടെ. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ, തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, തനതിന്ത താനതിന്ത തിന്തിന്നോ, താനിന്ന താനതിന്ത താനിന്നോ. ഇത് ഞാൻ പാടാൻ കാര്യം, ലതയുടെ പേര് തത്തമ്മ എന്നാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊന്ന് സൂചിപ്പിച്ചു പോയി, പക്ഷേ ഞാൻ അതിനെപ്പറ്റി മിണ്ടിയില്ല. കാരണം ഇന്ന് വരുമെന്ന് എനിക്കറിയാം. ഇന്ന് വരുമ്പം ഈ പേര് അവതരിപ്പിക്കാമെന്ന് വെച്ചു. എങ്ങനെയാണ് ഈ തത്തമ്മ എന്നുള്ള പേര് വന്നത്? ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു, ആണ് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് വളരെ മൗനിയായിട്ടിരിക്കുന്നത്. കൊച്ചിലെ തന്നെ എനിക്കൊന്നു
സാധാരണ കുഞ്ഞുങ്ങളൊക്കെ 1 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ ശരിക്കും നന്നായിട്ട്, ഞാനൊരു 7 മാസം മുതലേ നന്നായിട്ട് സംസാരിക്കുന്നു. അപ്പൊ എല്ലാവരും പറയും ഇവളില്ല തത്തമ്മയുടെ കൂട്ടാണല്ലോ സംസാരിക്കുന്നത്. തുടങ്ങി കഴിഞ്ഞാൽ ഒരു അന്ന് അങ്ങനെ എൻ്റെ വല്യമ്മച്ചിയാ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു മോടെ പേരെന്താ നിൽക്കുമ്പോ ഞാൻ തന്നെ തത്ത എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ അങ്ങനെ എന്നാ പിന്നെ അങ്ങനെ പേരിട്ടു തത്തമ്മ. ഞാൻ പിന്നെ ഈ പേര് കേട്ടിട്ടുള്ളത് നമ്മുടെ നടൻ രതീഷില്ലേ, രതീഷിന്റെ സിസ്റ്ററിന്റെ പേര് തത്തമ്മയാണ്. അത് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ പേര് വേറെ. ഇപ്പൊ അന്ന് പ്രണയിച്ചതും ഇപ്പോഴുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതേപോലെ അന്നും ചൂടാണ് ഇന്നും ചൂടാണ്. ആള് ചൂടാണോ? ആണോ? അതേപോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ വല്ലപ്പോഴേ കണ്ടിട്ടുള്ളൂ ഒരു ചെറിയ ചൂടൊക്കെ ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല നമ്മളിപ്പോ ആദ്യമേ തന്നെ റിയൽ ക്യാരക്ടറിൽ തന്നെയാണ് ഇപ്പോഴും സെയിം. അന്ന് കണ്ട പോലെ പ്രേമിക്കുന്ന സമയത്ത് വേറൊരു ക്യാരക്ടർ, പിന്നെ നമുക്കൊരു റിയൽ ക്യാരക്ടർ ചിലർ വരുമല്ലോ. എന്തിനാ എപ്പോഴും കൂടുതൽ ചൂടാവുന്നേ? ജലജി ഷോപ്പിംഗ് താല്പര്യമില്ല, കൊണ്ടുവിടും. എന്നിട്ട് എനിക്കുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഈ അവരിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു സെൽവാറിന്റെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഈ കാവല് പട്ടിയെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കണം. പിന്നെ അത് എടുത്തോണ്ട് വരുന്നവരെ നിൽക്കണം. ഈ വെളിയിലൊക്കെ പോകുമ്പോഴേ അല്ല, ഞാൻ കുറച്ചു ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ മിസ്സായിപ്പോവും. അപ്പോൾ അവിടെ തന്നെ നിൽക്കണം. അത് കാരണം ഞാൻ പറയും, ഞാനൊരു പർട്ടിക്കുലർ പ്ലേസ് കാണിച്ചിട്ട് പറയും ഞാനിവിടെ ഒരു കാപ്പ് കുടിച്ചിരുന്നോളാം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയല്ലേ. ആ പിന്നെ അടുത്ത അല്ല അങ്ങനെ കൊണ്ടുപിടുത്തൊന്നുമില്ല. ഇതിപ്പോ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി, ഒരു കാര്യം ചെയ്യും, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു. അത് കടയിൽ ചെന്നാൽ ഇപ്പം ആ ഫസ്റ്റ് ഇതിലിട്ടേക്കുന്ന മെനിക്യൂറിലിട്ടേക്കുന്ന ഇതുണ്ടല്ലോ, അതങ്ങ് എടുത്തു. കാരണം അതായിരിക്കുമല്ലോ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ബില്ല് കൊണ്ട് തന്നിട്ട് ഞാൻ പിന്നെ പോയി മാറ്റിയെടുക്കും. പിന്നെ എന്നിട്ട് ആദ്യമൊക്കെ സമയത്ത് പ്രേമിക്കുന്ന സമയത്ത് ഉള്ള സമയത്ത് കടയിൽ കയറിയിട്ട് അവരോട് ഒരുപാട് കാണിക്കണ്ടെന്ന് പറയും. അതെ, എല്ലാ പെണ്ണുങ്ങൾക്ക് അസുഖമുണ്ടല്ലേ, എടുക്കാൻ അവർ തീരുമാനിച്ചിട്ടേ ഇല്ല. എന്നാലും അത് എടുപ്പിക്കും. ഇദ്ദേഹത്തിന് ഷോപ്പിങ്ങിനേ താല്പര്യമില്ല. അല്ല, അദ്ദേഹത്തിന്റെ ഡ്രസ് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് വേണമെന്നല്ലാതെ അല്ല വലിയൊരു ഇത് ഇന്നത് വേണം അങ്ങനെ വേണം ഇതിനകത്ത് ഇത് അങ്ങനൊന്നുമില്ല. പ്രത്യേകിച്ചില്ല. കലയോട് മാത്രമാണ് ഏറ്റവും വലിയ സ്നേഹം, സിനിമ അന്നും ഇന്നും. സിനിമയാണ് ഫസ്റ്റ് വൈഫ്. അല്ല, ഭാര്യയെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞപ്പം ചെറിയച്ഛൻ ഇങ്ങനെ ഞെട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കാണാൻ ചെറിയ ഇങ്ങനെ മൂവീസിന്റെ സെറ്റിലൊക്കെ പോകാറുണ്ടല്ലോ. ഞാനങ്ങനെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ. അല്ല, ഈ മൂവിയുടെ സെറ്റിൽ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു നടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് തത്തമ്മ കയറി ചെന്നിട്ടുണ്ട്? ഇല്ല, അങ്ങനെ. കാരണം ഈ ലാൽ സലാമിന്റെ ഷൂട്ടിങ്ങിനൊക്കെ ശരിക്കും മോഹൻലാൽ പിന്നെ മറ്റേ എന്തുവാ ഈ ഗീത ഉർവശി എല്ലാം നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു താമസം. ഏകദേശം വീട്ടിലൊക്കെ ആയിരുന്നു എല്ലാവരും താമസം. അപ്പോൾ ഇവരുമായിട്ട് ഞങ്ങളും ചിലപ്പോൾ അവർ ചെയ്യുന്ന മീര ചേച്ചി, വേണിച്ചേട്ടൻ്റെ വൈഫ് മീര ചേച്ചി, ഞങ്ങളെല്ലാം കൂടെ അപ്പുറത്തെ റൂമിലുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഞെട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ അവിടെ തന്നെ ഒക്കെ ഉണ്ട് അവിടെ. അല്ല, എന്നാലും ഈ ഭാര്യമാരാണ്. ഏതോ ഒരു നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സിനിമയുടെ ഷൂട്ടിങ്. അപ്പൊ അവരിന്ന് ഈ എഴുത്തുകാരനോടുള്ളൊരു അടുപ്പം കാണിക്കുമല്ലോ. അപ്പൊ ഇവള് കൊച്ചുമായിട്ടാ മോളുമായിട്ടാ വന്നത്. ഉടനെ മോളെ എന്നും പറഞ്ഞ് പ്രധാനപ്പെട്ട നടി അതിനെടുത്ത് മടി വെച്ചിട്ട് താലോലിച്ചു. അന്ന് രാത്രി ചോദിച്ചു, അവരെന്തിനാ നിങ്ങളുടെ മോളെ ഇത്ര താലോലിക്കുന്നത്? അപ്പൊ ഏത് ഭാര്യയിലും ഒരു സംശയക്കാരി ഏത് ഭാര്യയിലും ഉണ്ടല്ലോ.